നന്നായി ഉറങ്ങേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. അത് എന്നോടും ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്. സുഖനിദ്രയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഫാമിലി ഡോക്ടർ പറയുന്നത്. കൊച്ചി VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ബിന്ദു വർഗീസ് സംസാരിക്കുന്നു. ഓവർ ടു ഫാമിലി ഡോക്ടർ. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ. സുഖനിദ്ര എന്ന് പറയുന്നത് പ്രാണികുലത്തിന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. സുഖനിദ്രയുള്ള ഒരു വ്യക്തി ആരോഗ്യമുള്ളവനായിരിക്കുമെന്നാണ് ശാസ്ത്രമതവും. ഓർമ്മയ്ക്കും ആരോഗ്യത്തിനും എല്ലാം നല്ല നിദ്ര വളരെ അത്യാവശ്യമാണ്. ഏതാണ്ട് 7 മുതൽ 8 മണിക്കൂർ വരെ ആരോഗ്യമുള്ള ഓരോ വ്യക്തിയും ഉറങ്ങിയിരിക്കണമെന്നാണ് പറയപ്പെടുന്നത്. ഈ നല്ല ഉറക്കത്തിന് വേണ്ടി നമുക്കെന്ത് ചെയ്യുവാൻ സാധിക്കും? ഒന്നാമത് ചെയ്യേണ്ടത് ജീവിതശൈലി ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. പകൽ സമയത്ത് നല്ല ആരോഗ്യമുള്ള ഭക്ഷണം, അതുപോലെ വ്യായാമശീലം, ഇതൊക്കെയും പിന്തുടരുന്നത് ഉറക്കത്തിനും വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നാച്ചുറൽ ലൈറ്റിനോട്, അതായത് സാധാരണ സൺലൈറ്റ്, നമ്മുടെ പകൽ സമയത്തെ സൺലൈറ്റിനോട് എക്സ്പോസ് ചെയ്യുന്നതും നമ്മുടെ തലച്ചോറിനെ ആ രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുവാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഒരു 6 മണിക്ക് ശേഷം വളരെ സ്റ്റിമുലൻ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, അതായത് ചായ, കാപ്പി അല്ലെങ്കിൽ കഫീൻ അടങ്ങിയ മറ്റ് കുടിക്കുന്ന വസ്തുക്കൾ, ഇവയൊക്കെ ഒഴിവാക്കുന്നതും ഉറക്കത്തെ സഹായിക്കും. ഇപ്പോൾ ജീവിതം വളരെ ഫാസ്റ്റ് ആയപ്പോൾ മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്കൊരു ജീവിതം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിക്കഴിഞ്ഞു. അപ്പോൾ പല ഡിവൈസസും പലരും രാത്രി നമ്മുടെ സ്വന്തം ശരീരത്തിനോട് അടുത്ത് വെക്കുകയും അതുപോലെ രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് സാധാരണ കാഴ്ചയാണ്. എന്നാൽ ഇത് ഉറക്കത്തിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം നമ്മുടെ ബുദ്ധി എപ്പോഴും ഇങ്ങനെ അലേർട്ടായിട്ടിരിക്കുകയാണ്. എന്ത് മെസ്സേജ് വന്നു, എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ബ്രെയിൻ്റെയും അവസ്ഥ. അതുപോലെ തന്നെ ഈ ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്ന ഒരു നീല വെളിച്ചം സെൽഫോണിൽ നിന്ന് ബഹിർഗമിക്കുന്നുണ്ട്. അതിനോട് എക്സ്പോസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഉറക്കത്തിനുള്ള സാധ്യത വളരെ കുറഞ്ഞു വരും. അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ശാരീരികാവസ്ഥ. അതായത് അമിതവണ്ണമുള്ള രോഗികളിൽ പൊതുവെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ കാണാറുണ്ട്. അത് കാരണം ശ്വാസം ഉള്ളിലേക്ക് കടക്കുന്ന ആ നാളിയിൽ ഒരു തടസ്സം നേരിടുകയും അത് കാരണം ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോവുകയും നമ്മൾ കൂർക്കം വലി എന്ന സാധാരണഗതിയിൽ പറയുന്ന കാര്യം ആക്ച്വലി ഒരു ഉറക്കം കുറഞ്ഞൊരവസ്ഥയിലേക്ക് രോഗിയെ എത്തിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യപരമായ ഒരു വ്യായാമവും ജീവിതവും പിന്തുടരുകയും ഇത്തരം ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുകയും ചെയ്താൽ നല്ല ഒരു ഉറക്കം നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ.